മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മഞ്ഞൾ നട്ടതിന് ശേഷം നമ്മുടെ പിള്ളച്ചേട്ടനാണ് മഞ്ഞളൊക്കെ നട്ടത്. മഞ്ഞൾ നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. പിന്നെ വളപ്രയോഗം നടത്തിയ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പം വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞു. അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പം വളപ്രയോഗം എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ മഞ്ഞളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, മഞ്ഞളൊക്കെ നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മഴയൊക്കെ പെയ്തെങ്കിലും മഴയൊക്കെ മഞ്ഞളിന് നല്ല അനുകൂല കാലാവസ്ഥയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലതുപോലെ തഴച്ച് വളർന്ന് വന്നിട്ടുണ്ട്. നിങ്ങളും മഞ്ഞളൊക്കെ നട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തന്നെയല്ല, ഈ മഞ്ഞളൊക്കെ നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു 25 മൂട്, കുറഞ്ഞത് ഒരു 25 മൂടെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക. അത്രയും സ്ഥലമില്ലാതെന്നുണ്ടെങ്കിൽ ഒരു 15 മൂട് അല്ലെങ്കിൽ ഒരു 10 മൂടെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഒരു 10 മൂട്, പിന്നെ അതിന് അടുത്ത വർഷമാകുമ്പോൾ 20 മൂട്, അങ്ങനെ നമുക്ക് നല്ലതുപോലെ നമ്മുടെ മഞ്ഞൾ കൃഷി വിപുലീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. കടയിൽ നിന്ന് കിട്ടുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് മഞ്ഞൾപ്പൊടിയല്ല, അത് വെറും മഞ്ഞ ഒരു പൊടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൃഷിയൊക്കെ ഒന്ന് ചെയ്യണം. പ്രത്യേകിച്ച് ഈ മഞ്ഞൾ കൃഷി ഒഴിവാക്കരുത്, അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഏപ്രിൽ ആദ്യമാണ് നമ്മൾ മഞ്ഞൾ നട്ടത്. അപ്പം വീഡിയോ വന്നപ്പോഴത്തേക്ക് ഏപ്രിൽ 25 ആയി. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾ നല്ലതുപോലെ കിളിച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് സ്വല്പം ചാണകവും ചാരവും കൂടെ മിക്സ് ചെയ്തതും ജൈവവളവും കൂടെ ചേർത്തിട്ട് അത് മൂടെല്ലാം വെട്ടിയടിപ്പിച്ച് ഒക്കെ ഇട്ടിരിക്കുമായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം പോക്കായിരിക്കുമെന്ന് കരുതി, എല്ലാം നശിച്ചു പോകുമെന്ന് വിചാരിച്ചു. എങ്കിലും മഞ്ഞളിന് നല്ല കാലാവസ്ഥയായിരുന്നു. ഈ മഴയെന്ന് പറയുന്നത് നല്ല, ആ വളമൊക്കെ വെട്ടിയടിപ്പിച്ചിട്ട് കൊടുത്തത് കൊണ്ട് മഴയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് നല്ലതുപോലെ തഴച്ച് വളരാനായിട്ട് തുടങ്ങി. അപ്പം കണ്ടില്ല, എൻ്റെ മഞ്ഞൾ നല്ലതുപോലെ നിൽപ്പുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഒരു 2 മാസം ആ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മൂട്ടിൽ നിന്ന് മണ്ണൊക്കെ കുറച്ചൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ മണ്ണൊക്കെ ഒന്നുകൂടെ വെട്ടിയടിപ്പിക്കണം. എന്ന് വെച്ചാൽ അതിനിപ്പം നല്ലതുപോലെ മഞ്ഞളൊക്കെ പൊട്ടുന്ന സമയമാണ്, നല്ല വിത്തൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ മൂട്ടിൽ നല്ലതുപോലെ മണ്ണുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും. നമ്മൾ ആദ്യം തന്നെ വെട്ടിയടിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചാണകം ഉണ്ടല്ലോ, പച്ച ചാണകം കലക്കി നമ്മളെ ഇഞ്ചിക്കും മഞ്ഞളിനും ഒഴിച്ചാൽ നല്ലതുപോലെ വിളവ് കിട്ടും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. എനിക്ക് പക്ഷേ അങ്ങനെ കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചാണകമൊന്നും ഇവിടെ ഇല്ല. എൻ്റെ അമ്മണി തരുന്ന ചാണകം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ചാണകം വരാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലക്കി ഒഴിക്കുക, നല്ലതുപോലെ മഞ്ഞൾ കിട്ടുന്നതായിരിക്കും. നമുക്ക് എപ്പോഴും നമുക്കിപ്പോൾ ജോലിക്കാരെ നിർത്തി ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇവിടെ നട്ടത് പിള്ളച്ചേട്ടനാണ്, വളമൊക്കെ ഇട്ട് വെട്ടിയടിപ്പിച്ചതും പിള്ളച്ചേട്ടനാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പം ജോലിക്കാരെ നിർത്തിയാൽ നമുക്ക് മുതലാവുകയല്ല. വെറുതെയൊക്കെ ഇരിക്കുമ്പോഴും ഞാനും കുറച്ച് പണിയൊക്കെ കുന്താലിയോ എൻ്റെ കൈക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൂടൊക്കെ വെട്ടിയടിപ്പിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ പുറവ്, അത് നല്ലതുപോലെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട്. വെട്ടിയടിപ്പിക്കാത്തത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അതിനത്രയും തഴപ്പ് വന്നിട്ടില്ല. അതും എനിക്ക് വെട്ടിയടിപ്പിക്കണം. ഞാനൊരു 10-20 മൂട് വെച്ച് ഞാൻ വെട്ടിയടിപ്പിക്കും. ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണിത്. കുറച്ച് പണിയൊക്കെ നമ്മളും കൂടെ ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാത്തിനും നമ്മൾ ജോലിക്കാരെ ആശ്രയിക്കാതെ, ഇപ്പോൾ എപ്പോഴും നമുക്ക് ജോലിക്കാരെ കിട്ടിയെന്ന് വരത്തില്ല, എപ്പോഴും നമുക്ക് ഇങ്ങനെ പൈസ ചിലവാക്കാനും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ പണികളൊക്കെ നമ്മളിവിടെയൊക്കെ ചെയ്യുക, അത്ര തന്നെ. ഈ നിൽക്കുന്ന മഞ്ഞൾ ആദ്യത്തെ ഒരു വെട്ടിയടിപ്പിക്കലും മാത്രമേ നടന്നിട്ടുള്ളൂ. വളമിട്ട് വെട്ടിയടിപ്പിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ അത് മഴയൊക്കെ പെയ്തപ്പോഴേ നല്ലതുപോലെ പുല്ല് വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ആ മണ്ണെല്ലാം ഒന്നുകൂടെ ചുവട്ടിലോട്ട് അടുപ്പിച്ച് കൊടുക്കണം. അപ്പം രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ വെട്ടിയെടുപ്പിക്കുന്നതും വെട്ടിയെടുപ്പിക്കാത്തതും തമ്മിൽ നല്ല ആരോഗ്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. മണ്ണ് നല്ലതുപോലെ വെട്ടിയെടുപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല വിളവ് നമുക്ക് ലഭിക്കും. ആദ്യം തന്നെ നമ്മൾ ഈ മഞ്ഞളിൻ്റെ ചുവട്ടിലുള്ള പുല്ലൊക്കെ അങ്ങ് പറിച്ച് കളയാം. ഈ പുല്ലെന്താണെന്ന് ചോദിക്കരുത്, പുല്ല് ഇതാണ് സംഭവം. ഇതിനെയാണ് നമ്മൾ പുല്ലെന്നും കളയെന്നും പോച്ചയെന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ പോച്ചയെന്നാണ് പറയുന്നത്. അത് നല്ലതുപോലെ അങ്ങ് പറിച്ച് കളഞ്ഞേക്കുക, അല്ലെങ്കിൽ നമ്മുടെ വളമെല്ലാം ഈ പോച്ച അങ്ങ് കൊണ്ടുപോക്കളയും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മിനി ചേച്ചിക്ക് എങ്ങനെയാണ് ഈ സമയം കിട്ടുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് സ്വല്പം മനസ്സും സ്വല്പം സമയമൊക്കെ നമ്മൾ കണ്ടെത്തിയാൽ ഇതെല്ലാം നടക്കുന്നേ. അപ്പം നമുക്ക് ഇതിൻ്റെ മൂടൊക്കെ വെട്ടിയടിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്തും വളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ കേട്ടോ. ദിവസം ഒരു 10 മൂടൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മഞ്ഞളൊക്കെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് അല്ലേ.
നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാന്ന് വെച്ചാൽ കണ്ടില്ലേ, എല്ലാം കഴിച്ച് നമ്മുടെ കേരളത്തിലിപ്പം ക്യാൻസർ അങ്ങ് പടർന്ന് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും വരാനുള്ള എന്തായാലും വഴി തെങ്ങയില്ല. എന്നാലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് സാധിക്കും. കുറച്ചൊക്കെ കൃഷികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷവിമുക്തമായ ഒരു കേരളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. 10 മഞ്ഞൾ, 10 ഇഞ്ചി, 10 മൂട് പയർ, അങ്ങനെ എല്ലാം ഒന്ന് നട്ടു നോക്കും. 10 മൂട് കപ്പ എല്ലാം നട്ടു നോക്കും. ഒന്നും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഞാൻ എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെയും വീഡിയോ ഇനിയിപ്പോൾ അടുത്ത ചെറുപയറിൻ്റെ വൻപയറിൻ്റെ ഒക്കെ ഞാൻ കാണിക്കാം. അപ്പം നല്ലതുപോലെ മണ്ണ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം. ഇപ്പം ചിങ്ങമാസം ആയിട്ടേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് ഇതിനകത്ത് മഞ്ഞൾ പൊട്ടാനായിട്ട്. നമ്മളിന്ന് വൃശ്ചികത്തിലാണ് കളയ്ക്കുന്നത്. ഉണക്കാവുന്നതിന് മുമ്പ് വേണം കളയുന്നത്. സാധാരണ വൃശ്ചിക മാസത്തിൽ കളച്ച് നമ്മൾ പുഴുങ്ങി ഉണങ്ങി പൊടിക്കുകയാണ് പതിവ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.